ഗുഡ് മോർണിംഗ് ഓൾ. ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 21 വെള്ളിയാഴ്ചയാണ്. ആദ്യം US മാർക്കറ്റിലേക്ക്. US-ലെ നാസ്ഡാക്കും S&P 500ഉം പുതിയ ഓൾ ടൈം ഹൈസ് ടച്ച് ചെയ്തെങ്കിലും ഇന്നലെ ഒരു ഇടിവിലേക്ക് പോയി. S&P 500 ഇത് ആദ്യമായി 5500 എന്ന മാർക്ക് ടച്ച് ചെയ്തിരിക്കുന്നു. ഇനി ഇന്നലെ ഫോക്കസിൽ ഉണ്ടായിരുന്നത് യൂറോപ്യൻ മാർക്കറ്റുകളായിരുന്നു. ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഇൻട്രസ്റ്റ് നിരക്കുകളിൽ മാറ്റം വരുത്തിയില്ല. സ്വിസ് നാഷണൽ ബാങ്ക് 0.25% പോളിസി നിരക്കുകൾ കുറച്ചു. ഇനി ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നാൽ FIIs നല്ല സ്ട്രോങ് ബൈയിങ്ങിലേക്ക് തിരികെ എത്തുന്നത് വളരെ പോസിറ്റീവായി തന്നെ കാണാം. കൂടാതെ സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് ഉയർത്താൻ ക്യാപിറ്റൽ മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് ഫിനാൻസ് മിനിസ്റ്ററോട് അഭ്യർത്ഥിച്ചു. ഏതായാലും ഒരുപാട് വാർത്തകളുള്ള ദിവസം തന്നെയാണ്. നമ്മുടെ വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. മാത്രമല്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വാർത്തയുള്ളത് റീറ്റെയിൽ നിക്ഷേപകരെ നഷ്ടത്തിൽ നിന്നും സംരക്ഷിക്കുന്നതിനായി 1000 കോടി രൂപയ്ക്ക് മുകളിലുള്ള ഉയർന്ന ഫ്രീക്വൻസി F&O ട്രേഡുകളിൽ സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് ഉയർത്താൻ അസറ്റ് മാനേജർമാർ ഫിനാൻസ് മിനിസ്റ്ററോട് അഭ്യർത്ഥിച്ചു. 2024 കേന്ദ്ര ബഡ്ജറ്റിന് മുന്നോടിയായാണ് ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനെ അവർ കണ്ടത്. ഇനി ഈ ടാക്സിനെ കുറിച്ച് നോക്കാം. ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ട്രേഡുകളിലെ കനത്ത നഷ്ടത്തിൽ നിന്ന് റീറ്റെയിൽ നിക്ഷേപകരെ സംരക്ഷിക്കുന്നതിനായി ഹൈ ഫ്രീക്വൻസി ട്രേഡിൽ HFT ഉൾപ്പെട്ടിരിക്കുന്ന ആൽഗോ അധിഷ്ഠിത ഹെഡ്ജ് ഫണ്ടുകൾ സെക്യൂരിറ്റീസ് ട്രാൻസാക്ഷൻ ടാക്സ് ഉയർത്താൻ ക്യാപിറ്റൽ മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് റെക്കമെൻഡ് ചെയ്തു. ഇനി HFT എന്നത് വളരെ വേഗത്തിലുള്ള അതിവേഗം ധാരാളം ഓർഡറുകൾ നടപ്പിലാക്കാനുള്ള ശക്തമായ, അതായത് ആൽഗോ ട്രേഡിംഗ് പോലെയുള്ള കമ്പ്യൂട്ടറുകൾ ഉപയോഗിക്കുന്ന ഒരു തരം ട്രേഡിംഗ് ആണ്. പലപ്പോഴും സെക്കൻഡുകൾ കൊണ്ടാണ് ബൾക്ക് ഓർഡറുകൾ ഇവിടെ പ്ലേസ് ചെയ്യപ്പെടുന്നത്. ഇത്തരത്തിൽ നികുതി വർദ്ധിപ്പിക്കുന്നതിലൂടെ പ്രതികൂലമായ ധാരാളം സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ കഴിയും എന്നാണ് അവർ പറയുന്നത്. മറ്റൊരു മുഖ്യമായ വാർത്തയുള്ളത് ഇന്ത്യയുടെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റിൽ വന്ന ഇടിവിനെ കുറിച്ചാണ്. യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓഫ് ട്രേഡ് ആൻഡ് ഡെവലപ്മെന്റ് UNCTAD റിപ്പോർട്ട് അനുസരിച്ച് 2023 ഇന്ത്യയിലേക്കുള്ള നേരിട്ടുള്ള വിദേശ നിക്ഷേപം 43% ഇടിഞ്ഞ് $28 ബില്യൺ ആയി. ഈ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റിൽ വന്ന ഇടിവ് കാരണം ഇന്ത്യ 2022 8ാം സ്ഥാനത്ത് നിന്ന് 2023 15ാം സ്ഥാനത്തേക്ക് താഴ്ന്നു. 2022 കണക്കെടുത്തു കഴിഞ്ഞാൽ ഇന്ത്യ വിദേശ നിക്ഷേപത്തിൽ 10% വർധനമുണ്ടാക്കിയിരുന്നു. $49 ബില്യൺ അന്നുണ്ടായിരുന്നത്. FDIs-ൽ ഇത്രയും വലിയ ഇടിവുണ്ടായിട്ടും ഗ്രീൻഫീൽഡ് പ്രൊജക്ടുകൾ, അതായത് പുതിയ ഇൻവെസ്റ്റ്മെന്റുകളും ഇൻഫ്രാസ്ട്രക്ചറിന്റെയൊക്കെ കാര്യത്തിൽ അന്താരാഷ്ട്ര പ്രൊജക്ട് ഫിനാൻസ് ഡീലുകളിൽ ഇന്ത്യ ഇപ്പോഴും ടോപ്പ് 5 സ്ഥാനത്ത് തന്നെ തുടരുന്നു. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് വലിയ രീതിയിൽ തന്നെ കുറഞ്ഞപ്പോഴും DISന്റെയും റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന്റെയും ഇൻവെസ്റ്റ്മെന്റ് തന്നെയാണ് ഇന്ത്യൻ മാർക്കറ്റിനെ കഴിഞ്ഞ വർഷം പിടിച്ചു നിർത്തിയത് എന്ന് കാണാം. മറ്റ് സ്റ്റോക്ക് ന്യൂസുകൾ നോക്കാം. ആദ്യം അമർ രാജ ബാറ്ററീസ് ആണ്. ഇലക്ട്രോണിക് വാഹന ബാറ്ററി നിർമ്മാതാക്കളായ ഇനോബാറിന്റെ 4.5% അധിക ഓഹരികൾ 20 ദശലക്ഷം യൂറോയ്ക്ക്, അതായത് ഏകദേശം 180 കോടി രൂപയ്ക്ക് ഏറ്റെടുത്തതായി അമർ രാജ ബാറ്ററീസ് വ്യാഴാഴ്ച അറിയിച്ചു. അടുത്തത് ONGC ആണ്. കമ്പനിയുടെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറായി മിസ്റ്റർ ദേവേന്ദ്ര കുമാറിനെ നിയമിച്ചു. അടുത്തത് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. S&P യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഔട്ട്ലുക്ക് പോസിറ്റീവിലേക്ക് മാറ്റി. BBB റേറ്റിംഗ് ആണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അടുത്തത് JM ഫിനാൻഷ്യലിനെ സംബന്ധിച്ച് നെഗറ്റീവായിട്ടുള്ള ഒരു വാർത്ത. സെബിയിൽ നിന്ന് ലഭിച്ച ഓർഡർ ഇപ്രകാരമാണ്. പബ്ലിക് ഇഷ്യൂ ഓഫ് ഡെപ്റ്റ് സെക്യൂരിറ്റികളിൽ ലീഡ് മാനേജറായി പ്രവർത്തിക്കാൻ JM ഫിനാൻഷ്യലിന് അനുവാദമില്ല. ഈ നിയന്ത്രണം 2025 മാർച്ച് 31 വരെ, അല്ലെങ്കിൽ സെബി അവർക്ക് കൂടുതൽ നിർദ്ദേശങ്ങൾ നൽകുന്നത് വരെ നീണ്ടു നിൽക്കും. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ ബൽറാംപൂർ ചിനി മിൽസ്, ബിർള സോഫ്റ്റ്, GNFC, HAL, ഹിന്ദുസ്ഥാൻ കോപ്പർ, ഇൻഡസ് ടവേഴ്സ്, പിരാമൽ എന്റർപ്രൈസസ് എന്നിവയാണ്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളാണ് നമ്മളിവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. ഇനി നമ്മുടെ വീഡിയോയ്ക്ക് ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യുക. മാത്രമല്ല നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ ഇവിടെ നമ്മളൊരു വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയച്ചതിന് ശേഷം നിങ്ങൾക്ക് ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി ഇന്നലത്തെ മാർക്കറ്റ് ഹൈലൈറ്റ്സിലേക്ക്. നിഫ്റ്റി ബാങ്ക് ബുധനാഴ്ചത്തെ നേട്ടം ഇന്നലെയും നിലനിർത്തി. റിലയൻസും മറ്റ് പ്രൈവറ്റ് ബാങ്കുകളും നിഫ്റ്റിയെ ഉയർത്തുകയുണ്ടായി. മിനിമം സപ്പോർട്ട് പ്രൈസുമായി ബന്ധപ്പെട്ട വാർത്ത ഇന്നലെ പ്രീ മാർക്കറ്റിൽ ഞങ്ങൾ പറഞ്ഞതാണ്. അതുമായി ബന്ധപ്പെട്ട് ഫെർട്ടിലൈസർ, കെമിക്കൽ സ്റ്റോക്കുകൾ നേട്ടമുണ്ടാക്കി. RCF 20% ഉയർന്നു. ടോപ്പ് നിഫ്റ്റി ഗെയിനേഴ്സായി മാറിയത് മെറ്റൽ സ്റ്റോക്കുകളായിരുന്നു. ഓട്ടോ സ്റ്റോക്കുകൾ ടോപ്പ് ലൂസേഴ്സായി മാറി. നിഫ്റ്റിയിലേക്ക് ഒരു വോളട്ടൈൽ സെഷൻ ആയിരുന്നു ഇന്നലെ കണ്ടത്. നിഫ്റ്റി 51 പോയിന്റ്സ് ഉയർന്നാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ഒരു പോസിറ്റീവ് നോട്ടിൽ ആരംഭിച്ചെങ്കിലും അവിടെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാതെ ആദ്യ മണിക്കൂറിൽ തന്നെ നിഫ്റ്റി ഡൗൺ ആവുന്ന കാഴ്ച കണ്ടു. പിന്നീട് ബാങ്ക് നിഫ്റ്റിയുടെ സഹായത്തോടെ നിഫ്റ്റി തിരിച്ചു കയറുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് കാണാൻ കഴിഞ്ഞത്. ഡേ ക്യാൻഡിൽ ഒരു ചെറിയ നെഗറ്റീവ് ക്യാൻഡിലാണ് ഡെയിലി ചാർട്ടിൽ ഫോം ആയിരിക്കുന്നത്. ഡേ ക്യാൻഡിൽ ഒരു ഡോജി ക്യാൻഡിലിന് സമാനമായ ക്യാൻഡിൽ തന്നെയാണ്. ഈ ക്യാൻഡിൽ കൃത്യമായ സൂചനയൊന്നും നമുക്ക് തരുന്നില്ല മാർക്കറ്റിന്റെ ഒരു ഡയറക്ഷനെ പറ്റി. എന്നിരുന്നാലും ഒരു സൈഡ് വൈസ് ആവാനുള്ള സാധ്യതയാണ് കൂടുതലായും കാണുന്നത്.
നിഫ്റ്റിയുടെ ട്രെൻഡ് ഇപ്പോഴും പോസിറ്റീവായി തന്നെയാണ് തുടരുന്നത്. കാരണം എല്ലാ കീ മൂവിംഗ് ആവറേജുകൾക്കും മുകളിലായിട്ടാണ് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത്. കൂടാതെ മൊമെന്റം ഇൻഡിക്കേറ്ററുകളായ RSIയും MACDയും പോസിറ്റീവ് ബയാസിൽ തന്നെയാണുള്ളത്. ഇനി പ്രധാനപ്പെട്ട ലെവലുകൾ നോക്കുകയാണെങ്കിൽ 23,450 മുതൽ 23,400 വരെയുള്ള ലെവൽ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് ആവാൻ സാധ്യതയുണ്ട്. അപ്സൈഡിൽ 23,650 മുതൽ 23,700 വരെയുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട അപ്സൈഡിലെ ലെവലാവാനും സാധ്യതയുണ്ട്. വീക്ക്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്ത സ്ട്രൈക്കുകളിൽ ആദ്യത്തേത് 24,000-ലാണ്. അതിനുശേഷം 24,500 സ്ട്രൈക്കിലും അതിനുശേഷം 23,500 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ള സ്ട്രൈക്ക് 23,000-ആണ്. അതിനുശേഷം 23,500 സ്ട്രൈക്കും അതിനുശേഷം 22,800 സ്ട്രൈക്കുമാണ്. ഈ വീക്ക്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് പരിശോധിക്കുമ്പോൾ ഒരു സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 23,500-ഉം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 24,000-ഉമാണ്. ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങൾ പരിശോധിക്കാം. ആദ്യം ATM സ്ട്രൈക്കായി 23,550-ൽ 623% വർധനവാണ് പുട്ട് സൈഡിൽ കാണുന്നത്. ലോങ് ബിൽഡപ്പ് തന്നെയാണ്. ഇനി കോൾ സൈഡിൽ 150% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പ് കാണാം. അടുത്തത് 23,500 സ്ട്രൈക്കിൽ 153% വർധനവ് പുട്ട് സൈഡിലുണ്ട്. ലോങ് ബിൽഡപ്പ് തന്നെയാണ്. എന്നാൽ 14% ഇടിവാണ് കോൾ സൈഡിലുള്ളത്. ഒരു ഷോർട്ട് കവറിംഗ് ആണ് അവിടെ നടക്കുന്നത്. അടുത്തത് 23,600 സ്ട്രൈക്കിൽ 64% വർധനവ് പുട്ട് സൈഡിൽ കാണാം. ലോങ് ബിൽഡപ്പ് തന്നെയാണ്. 164% വർധനവാണ് കോൾ സൈഡിലുള്ളത്. ഷോർട്ട് ബിൽഡപ്പ് ആണ്. ഈ 3 സ്ട്രൈക്കുകളും കമ്പയർ ചെയ്യുമ്പോൾ പുട്ട് സൈഡ് കുറച്ച് സ്ട്രോങ് ആണ് എന്ന് കാണാം. ബാങ്ക് നിഫ്റ്റിയിലേക്ക് തുടർച്ചയായ 4ാമത്തെ ദിവസമാണ് ബാങ്ക് നിഫ്റ്റി പോസിറ്റീവിൽ ക്ലോസ് ചെയ്യുന്നത്. ഇന്നലെ പ്രീ മാർക്കറ്റിൽ നമ്മൾ പറഞ്ഞിരുന്നു നിഫ്റ്റിയേക്കാൾ സ്ട്രെങ്ത് ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിക്ക് തന്നെയാണ് എന്ന്. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി ഇന്നലെ 51,783-ലാണ് ക്ലോസ് ചെയ്യുന്നത്. 385 പോയിന്റ്സ് ആണ് ഉയർന്നത്. ഡൗൺ സൈഡിൽ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 51,000 മുതൽ 51,200 വരെയുള്ള ഒരു ലെവലാണ്. മാത്രമല്ല ഈ ലെവലിന്റെ മുകളിലായി ഹോൾഡ് ചെയ്യാൻ സാധിച്ചു എന്നത് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരു പോസിറ്റിവിറ്റി നൽകുന്നു. അപ്സൈഡിൽ 52,200 മുതൽ 52,600 വരെയുള്ളത് പ്രധാനപ്പെട്ട ഒരു ലെവലാവാനും സാധ്യതയുണ്ട്. ഇനി പ്രധാനപ്പെട്ട ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റയിലേക്ക്. കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് കോൾ സൈഡിൽ 52,000-ആണ്. അതിനുശേഷം 53,000 സ്ട്രൈക്കിലും അതിനുശേഷം 51,500 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിലേക്ക് വന്നാൽ 50,000-ലാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുന്നത്. അതിനുശേഷം 51,000 സ്ട്രൈക്കിലും അതിനുശേഷം 51,500 സ്ട്രൈക്കിലുമാണ്. വീക്ക്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 52,000-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 51,500-ഉമാണ്. ഇന്ത്യ വിക്സിലേക്ക് 13.34-ൽ 2.68% ഇടിഞ്ഞാണ് ഇന്നലെ ഇന്ത്യ വിക്സ് ക്ലോസ് ചെയ്യുന്നത്. എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി ഷെയർ ചെയ്യുന്ന F&O സ്റ്റോക്കുകളുടെയും സ്വിംഗ് സ്റ്റോക്കുകളുടെയും പെർഫോമൻസ് അനാലിസിസിലേക്കാണ്. ആദ്യം എക്സൈഡ് ഇൻഡസ്ട്രീസ് മെയ് 23-നും 24-നുമാണ് ഇതിൽ എൻട്രി എടുക്കുന്നത്. 482-ൽ എൻട്രി എടുത്ത് 576.2 വരെ അപ്പായി 16.3% നമുക്ക് പ്രോഫിറ്റായി ലഭിക്കുകയും ചെയ്തു. മറ്റൊരു സ്റ്റോക്ക് മാപ്മൈ ഇന്ത്യ ആയിരുന്നു. ഏപ്രിൽ 23-ന് 2021-ൽ എൻട്രി എടുത്തു. 2,409 വരെയാണ് ഇന്നലെ അപ്പായത്. മാത്രമല്ല അപ്പർ സർക്യൂട്ടിലായിരുന്നു ഇന്നലെ സ്റ്റോക്ക് ഉണ്ടായിരുന്നത്. 16.1% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചു. മറ്റൊരു സ്റ്റോക്ക് ധനുഖയായിരുന്നു. ജൂൺ 10-ന് 1,466-ൽ നിന്നും 1,699 വരെ അപ്പായി 13.7% പ്രോഫിറ്റായി ചുരുങ്ങിയ ദിവസം കൊണ്ട് ലഭിച്ചത്. അടുത്ത ഒരു സ്റ്റോക്ക് BEPL ആയിരുന്നു. ജൂൺ 19-ന് 117-ൽ നിന്നും 130 വരെയാണ് ഇന്നലെ അപ്പായത്. 10% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചു. അടുത്തത് ഗണേഷ എക്കോസ്ഫിയർ മെയ് 28-ന് 1,183-ൽ നിന്നും 1,309 വരെ അപ്പായി 9.6% പ്രോഫിറ്റായി ലഭിച്ചു. അടുത്തത് ജൂബിലന്റ് ഇൻഗ്രീവിയ ലിമിറ്റഡ് മെയ് 10-ന് 524-ൽ നിന്നും 565 വരെ അപ്പായി 7.3% പ്രോഫിറ്റായി ലഭിച്ചത്. അടുത്ത ഒരു സ്റ്റോക്ക് DBL ആയിരുന്നു. ജൂൺ 19-നാണ് എൻട്രി എടുക്കുന്നത്. 521-ൽ 556 വരെയാണ് അപ്പായത്. 6.3% പ്രോഫിറ്റായി ലഭിച്ചത്. അടുത്ത ഒരു സ്റ്റോക്ക് TVS സപ്ലൈ ചെയിൻ ആയിരുന്നു. ജൂൺ 12-ന് 181-ൽ നിന്നും 188.5 വരെ അപ്പായി 4% പ്രോഫിറ്റായി ലഭിച്ചത്. നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത ഏതാനും സ്റ്റോക്കുകൾ മാത്രമാണ് ഇവിടെ മെൻഷൻ ചെയ്ത്. ഒത്തിരിയേറെ സ്റ്റോക്കുകൾ നല്ല പ്രോഫിറ്റിലേക്ക് വന്ന സ്റ്റോക്കുകളുണ്ട്. അതൊന്നും ഇവിടെ പ്രത്യേകിച്ച് എടുത്ത് മെൻഷൻ ചെയ്യുന്നില്ല. അപ്പോൾ ഇനി നമ്മുടെ ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ ഇവിടെ ഒരു വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയച്ചതിന് ശേഷം നിങ്ങൾക്ക് ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇന്ന് നമ്മൾ പറയുന്ന സ്വിംഗ് സ്റ്റോക്ക് ദീപക് ഫെർട്ടിലൈസേഴ്സ് ആണ്.
ഇപ്പോഴത്തെ കറന്റ് മാർക്കറ്റ് പ്രൈസ് 726 രൂപ, ടാർഗറ്റായി ഫിക്സ് ചെയ്യുന്നത് 850 രൂപയാണ്. ഈ സ്റ്റോക്കിന്റെ 10 മുതൽ 15% വരെ നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് ആയി വെക്കാവുന്നതാണ്. ഈ സ്റ്റോക്ക് ഇവിടെ നമ്മൾ പറയുന്നത് പൂർണ്ണമായും എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ്. ഒരിക്കലും ഇത് റെക്കമെൻഡേഷൻ അല്ല. കൃത്യമായി തന്നെ സ്റ്റഡി ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് സ്റ്റോക്കിൽ എൻട്രി എടുക്കാവുന്നതാണ്. ഗ്ലോബൽ മാർക്കറ്റ് സെഗ്മെന്റിൽ FIDA ആക്ടിവിറ്റിയാണ്. FIS 415 കോടി രൂപയ്ക്കാണ് ഇന്നലെ ബൈ ചെയ്ത്. DIS ആണ് ഇന്നലെ സെല്ലിങ്ങിലേക്ക് പോയത്. 325 കോടി രൂപ സെല്ല് ചെയ്തു. ഏതായാലും FIS ബൈയിങ്ങിൽ തുടരുന്നത് വളരെ പോസിറ്റീവായി തന്നെ കാണാം. US മാർക്കറ്റിലേക്ക് S&P 500ഉം നാസ്ഡാക്കും വ്യാഴാഴ്ച താഴ്ന്ന നിലയിലാണ് ക്ലോസ് ചെയ്തത്. എന്നിരുന്നാലും രണ്ട് മാർക്കറ്റുകളും പുതിയ ഓൾ ടൈം ഹൈയും ടച്ച് ചെയ്തു. S&P 500 വളരെ ക്രൂഷ്യലായ 5500 എന്ന മാർക്ക് ടച്ച് ചെയ്തതിന് ശേഷം ഇടിയുകയുണ്ടായി. നാസ്ഡാക്ക് ആവട്ടെ തുടർച്ചയായ 7ാമത്തെ സെഷനിലും റെക്കോർഡ് ഹൈ ടച്ച് ചെയ്തു. ഇന്നലെ 2 ഡാറ്റകളാണ് പുറത്തു വന്നത്. തൊഴിലില്ലായ്മ ആനുകൂല്യങ്ങൾക്കായി പുതിയ ക്ലെയിമുകൾ ഫയൽ ചെയ്യുന്ന അമേരിക്കക്കാരുടെ എണ്ണം കഴിഞ്ഞ ആഴ്ച കുറഞ്ഞിരുന്നു. എന്നാൽ ഇന്നലെ വന്ന ഡാറ്റ ബെനിഫിറ്റ് റോളുകളിലെ മൊത്തത്തിലുള്ള ആളുകളുടെ എണ്ണം ജനുവരി മുതൽ ഏറ്റവും ഉയർന്ന നിലയിലെത്തി. ഇത് US ജോബ് മാർക്കറ്റ് കൂൾ ഓഫ് ആകുന്നു എന്ന സൂചനയാണ് നൽകുന്നത്. ഉയർന്ന മോർഗേജ് നിരക്കുകൾക്കിടയിൽ US സിംഗിൾ ഫാമിലി ഹോം ബിൽഡിംഗ് മെയ് മാസത്തിൽ ഇടിഞ്ഞതായി മറ്റൊരു ഡാറ്റ കാണിക്കുന്നു. US 10-year ട്രഷറി ബോണ്ട് ഈൽഡുകൾ ഇപ്പോൾ 4.27 ഇന്നലെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രസ്താവന വന്നത് മിന്നിപ്പോളിസ് ഫെഡ് പ്രസിഡന്റ് നീൽ കഷ്കരിയുടേതായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇൻഫ്ലേഷൻ 2% എന്ന ടാർഗറ്റിലേക്ക് വരാൻ ഇനിയും 1 മുതൽ 2 വർഷം വരെ എടുക്കും എന്നാണ്. എന്നിരുന്നാലും LSEG ഡാറ്റ കാണിക്കുന്നത് സെപ്റ്റംബറിൽ 25 ബേസിസ് പോയിന്റ്സിന്റെ റേറ്റ് കട്ടിനുള്ള സാധ്യതകൾ ഇപ്പോഴും 58% എന്നാണ്. ഇന്നലെ ക്ലോസ് ചെയ്ത US മാർക്കറ്റുകൾ ഡൗ ജോൺസ് മാത്രമാണ് നല്ല നേട്ടത്തിൽ ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. 0.77% നേട്ടത്തിൽ. നാസ്ഡാക്ക് 0.79% ഇടിയുകയും ചെയ്തു. S&P 500 0.25% ഇന്നലെ ഇടിഞ്ഞത്. ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന US മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സിൽ ഡൗ ജോൺസ് ഇപ്പോൾ ഉള്ളത് 0.01% നേട്ടത്തിൽ. S&P 500 ഉള്ളത് 0.05% നേട്ടത്തിലുമാണ്. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം ആദ്യം ടെക് സൈഡിൽ ഇൻഫോസിസ് 2% മുകളിലും വിപ്രോ 2.28% നേട്ടത്തിലും ക്ലോസ് ചെയ്തു. ബാങ്കിംഗ് സൈഡിൽ ICICI ബാങ്ക് 2.91% നേട്ടത്തിലും HDFC ബാങ്ക് 2.58% നേട്ടത്തിലുമാണ് ക്ലോസ് ചെയ്യുന്നത്. ഡോക്ടർ റെഡ്ഡി 0.11% ഇടിഞ്ഞു. റിലയൻസ് ഇൻഡസ്ട്രീസ് 3.1% നേട്ടത്തിലും ക്ലോസ് ചെയ്തു. യൂറോപ്യൻ മാർക്കറ്റുകൾ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൽ നിന്നും ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ ഇന്നലെയാണ് പുറത്തു വന്നത്. 16 വർഷത്തെ ഏറ്റവും ഉയർന്ന നിരക്കായ 5.25% പലിശ നിരക്കിൽ മാറ്റമില്ലാതെ നിലനിർത്തി. ഇത് പരക്കെ പ്രതീക്ഷിച്ചിരുന്നത് തന്നെയാണ്. ഇനി ഒരു റേറ്റ് കട്ട് എന്നുണ്ടായിരിക്കും എന്നത് ജൂലൈ 4 രാജ്യത്തെ തെരഞ്ഞെടുപ്പിന് ശേഷം ഓഗസ്റ്റിൽ വെട്ടിക്കുറയ്ക്കാനാണ് സാധ്യതയുള്ളത്. മറ്റൊരു ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ പുറത്തു വന്നത് സ്വിസ് നാഷണൽ ബാങ്കിൻ്റെതായിരുന്നു. പോളിസി നിരക്ക് 0.25% കുറച്ച് ഇപ്പോൾ 1.25% ഉള്ളത്. കൂടാതെ നോർവേ സെൻട്രൽ ബാങ്ക് നിരക്കുകളിൽ മാറ്റം വരുത്താതെ നിലനിർത്തി. എന്നാൽ പ്രധാനപ്പെട്ട ഈ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനോട് യൂറോപ്യൻ മാർക്കറ്റുകൾ പോസിറ്റീവായിട്ട് തന്നെയാണ് റിയാക്ട് ചെയ്ത്. UK മാർക്കറ്റ് FTSE 0.82% നേട്ടത്തിലും, ജർമ്മൻ മാർക്കറ്റ് ഡാക്സ് 1.03% നേട്ടത്തിലും, ഫ്രാൻസ് മാർക്കറ്റ് CAC 1.34% നേട്ടത്തിലുമാണ് ക്ലോസ് ചെയ്തത്. ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന യൂറോപ്യൻ മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ഡാക്സ് 0.10% ഇടിവിലാണ്. CAC 0.07% ഇടിവിലും FTSE 0.04% ഇടിവിലും ട്രേഡ് ചെയ്യുന്നു. ഏഷ്യൻ മാർക്കറ്റിലേക്ക് ചൈന അതിൻ്റെ 1 വർഷത്തെയും 5 വർഷത്തെയും വായ്പാ പ്രൈം നിരക്കുകളിൽ മാറ്റമില്ലാതെ നിലനിർത്തിയതിനാൽ ഏഷ്യ പസഫിക് വിപണികൾ വ്യാഴാഴ്ച മിക്കവാറും താഴ്ന്നാണ് ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ച ഏഷ്യൻ മാർക്കറ്റുകളിൽ ആദ്യം ഗിഫ്റ്റ് നിഫ്റ്റി ഉള്ളത് 23,600 എന്ന നിലയിലാണ്. 7 പോയിന്റ് സബ്സൈഡിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ ഒരു മ്യൂട്ടഡ് അല്ലെങ്കിൽ ചെറിയൊരു പോസിറ്റീവ് സ്റ്റാർട്ടിനാണ് സാധ്യതയുള്ളത്. ജപ്പാൻ മാർക്കറ്റ് നിക്കി 0.20% നേട്ടത്തിൽ, ഹോങ്കോങ് മാർക്കറ്റ് 1.36% ഇടിവിൽ, കൂടാതെ കോസ്പി മാർക്കറ്റ് 0.77% ഇടിവിലും, തായ്വാൻ മാർക്കറ്റ് 0.98% ഇടിവിലും, സിംഗപ്പൂർ മാർക്കറ്റ് 0.22% ഇടിവിലും ട്രേഡ് ചെയ്യുന്നു. ഓയിൽ പ്രൈസുകൾ ഇന്നലെ ക്രൂഡ് ഓയിൽ 0.7% നേട്ടത്തിലാണ് ക്ലോസ് ചെയ്യുന്നത്. ഓയിൽ ഗ്യാസോലിൻ ഇൻവെന്ററികൾ ഇടിഞ്ഞതിനാൽ തുടർച്ചയായ 2ാമത്തെ ആഴ്ചയാണ് നേട്ടത്തിൽ ക്ലോസ് ചെയ്യാൻ ക്രൂഡ് ഒരുങ്ങുന്നത്. ബ്രന്റ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് $85.60 പെർ ബാരൽ എന്ന നിലയിലാണ്. 0.05% ഇടിവിൽ ട്രേഡ് ചെയ്യുന്നു. WTI ഉള്ളത് $81.21 പെർ ബാരൽ എന്ന നിലയിൽ 0.10% ഇടിവിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളാണ് ഇവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. ഓതറൈസ്ഡ് ആയ സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് നമ്മൾ വാർത്തകൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.